ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേക്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് സിമ്പിൾ മാജിക് ട്രിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പേനയും ഒരു കോയിനും വെച്ച് ചെയ്യാവുന്ന അധികം പ്രാക്ടീസ് ഒന്നും വേണ്ടാത്ത രണ്ട് ഈസി ട്രിക്സ് ആണത്. അപ്പോൾ നമുക്ക് ആ ട്രിക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യത്തെ ഒരു മാജിക്കിൽ എൻ്റെ കയ്യിലിരുന്ന ഈ ഒരു പേന ഒറ്റ സെക്കൻഡോടെ തന്നെ കാണാതാക്കി അപ്പോൾ തന്നെ തിരിച്ചെഴുതുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഗായ്സ്, ഈ ഒരു മാജിക്കിൻ്റെ പിന്നിലെ ട്രിക്ക് ചില ഫിംഗർ മൂവ്മെൻറ്റ്സിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം വീഡിയോ കാണുന്ന പോലെ ഈ വിരലുകൊണ്ട് പേന ഇതുപോലെ പിടിക്കുക. അതിനുശേഷം നിങ്ങൾ മിഡിൽ ഫിംഗർ കൊണ്ട് ഇതുപോലെ ഈ ഒരു പേന ബാക്കിലോട്ട് മടക്കുക. ഈ ഒരു മൂവ്മെൻറ്റിന് നമ്മൾ ഫ്ലിപ്സ്റ്റിക്ക് എന്നാണ് പറയുക. ഇനി നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആ ഫ്ലിപ്സ്റ്റിക്ക് ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പേന മറച്ചിട്ട് ഇതുപോലെ ആക്ഷൻസ് കാണിക്കുക. എന്നിട്ട് അപ്പോൾ തന്നെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പിന്നെ കവർ ചെയ്യുക. എന്നിട്ട് ഫ്ലിപ്സ്റ്റിക്ക് റിവേഴ്സ് ചെയ്ത ശേഷം ലെഫ്റ്റ് ഹാൻഡ് മാറ്റുക. എന്നിട്ട് ഓഡിയൻസിന് പേന കാണിക്കുക. അപ്പോൾ ഈ സ്റ്റെപ്സ് എല്ലാം പെട്ടെന്ന് തന്നെ പ്രോപ്പർ ടൈമിങ്ങിൽ തന്നെ കാണിക്കണം, എങ്കിലാണ് മാജിക് വിജയിക്കുക. അപ്പോൾ ഇനി അടുത്ത ട്രിക്കിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ കയ്യിലുള്ളത് ഒരു കോയിനാണ്. അപ്പോൾ ഈ ഒരു കോയിൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഞാൻ എൻ്റെ മൈൻഡ് ഉപയോഗിച്ച് ഈ ഒരു കോയിൻ ബാലൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കിനി ഈ ഒരു മാജിക് എങ്ങനെ ചെയ്തെന്ന് നോക്കാം. അപ്പോൾ ഗായ്സ്, അതിനായിട്ട് നമ്മൾ ആദ്യം ഇതുപോലത്തെ ഒരു മാച്ച് സ്റ്റിക്ക് എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഏകദേശം ഇത്രയും ഭാഗം ഒടിച്ചു കളയാം. അതിനുശേഷം ഈ ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ കൈവിരലുകളുടെ ഇടയിലായിട്ട് ഇതുപോലെ പിടിക്കുക. ഇനി കൈ അടച്ച് ജസ്റ്റ് ടേബിളിൻ്റെ മീതെ വെക്കാം. എന്നിട്ട് മാജിക് പെർഫോം ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ടേബിളിൽ വെച്ചിട്ടുള്ള കോയിൻ എടുക്കുക. എന്നിട്ട് അത് ലെഫ്റ്റ് ഹാൻഡിലോട്ട് പാസ് ചെയ്യുക. എന്നിട്ട് ആ ഒരു കോയിൻ ഒന്നുകൂടി ഓഡിയൻസിനെ ഒന്ന് എടുത്ത് കാണിച്ച ശേഷം നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ആ ഒരു കോയിൻ്റെ മേളിൽ ജസ്റ്റ് ഒന്ന് പിടിക്കുക. എന്നിട്ട് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് പയ്യെ നിവർത്തുമ്പോൾ കോയിൻ്റെ ബാക്കിലുള്ള ആ ഒരു മാച്ച് സ്റ്റിക്ക് ഓഡിയൻസ് കാണാണ്ടിരിക്കാൻ സൂക്ഷിക്കണം. എന്നിട്ട് ആ ഒരു കോയിൻ ആ മാച്ച് സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുക. എന്നിട്ട് നിങ്ങളുടെ മൈൻഡ് കൊണ്ടാണ് ഈ ഒരു കോയിൻ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നതെന്ന രീതിയിൽ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഇതുപോലെ ജസ്റ്റ് ആക്ഷൻസ് ഒക്കെ കാണിക്കാം. എന്നിട്ട് നിങ്ങളുടെ കൈവിരൽ പയ്യെ ലൂസാക്കുമ്പോൾ ആ ഒരു കോയിൻ പയ്യെ നിങ്ങളുടെ കയ്യിലോട്ട് വീണോളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു മാജിക്കിൻ്റെ പിന്നിലെ ട്രിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല കണ്ടന്റ് ആയിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.